മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി. നമസ്കാരം, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും മെയിൽ ബോക്സിലേക്ക് സ്വാഗതം. നമ്മുടെ മെയിൽ ബോക്സ് നമ്മുടെ തുറന്നു പറച്ചിലുകളുടെ വേദിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏറെ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന ഒരു പരിപാടിയാണ്. എന്തായാലും ഇത്തവണ വന്നിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമുക്ക് നോക്കാം. മെയിൽ ബോക്സിൽ ഇന്ന് ആദ്യം ഒരു ശബ്ദ സന്ദേശം കേൾക്കാം നമുക്ക്. ഗുഡ് മോർണിംഗ്. ഇത് പാറോപ്പടിയിൽ നിന്ന് സാലി ജോർജ് ആണ്. ഞങ്ങൾ റേഡിയോയുടെ സ്ഥിര ശ്രോതാക്കളാ. രാവിലെ വചനാമൃതം മുതൽ രാത്രി വരെയും റേഡിയോ ഓൺ ചെയ്ത് വെച്ചോണ്ടാണ് ഞങ്ങളുടെ വീട്ടിലെ ഓരോ ജോലികളും ചെയ്യുന്നത്. യാത്ര ചെയ്യുവാണെങ്കിലും അതെ, അത് വണ്ടിയിലിട്ടോ അല്ലെങ്കിൽ മൊബൈലിൽ നിന്നോ എല്ലാ പരിപാടിയും കേട്ടോണ്ടാ യാത്ര ചെയ്യുന്നത്. പുതിയ പുതിയ പരിപാടികളുമായിട്ട് ആകാശവാണി വരുന്നത്. ഇപ്പോൾ ഒരു ദേശത്തിൻ്റെ കഥ, കോഴിക്കോടിൻ്റെ ചരിത്രം പറയുന്നത്, അത് വളരെ ഇൻഫർമേറ്റീവാണ്. അതുപോലെ തന്നെയാണ് പഴയകാല സിനിമകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം. പിന്നെ എൻ്റെ പഞ്ചാര ഓറഞ്ച് മരം, അത് ബോബി സാറിൻ്റെ ആ ശബ്ദവ്യത്യാസത്തോടുള്ള വായനയും, പ്രിയഗീതം, കരിയർ കിസിലെ സുധർമ്മയും ടീം അംഗങ്ങളും എല്ലാവരും നമ്മുടെ വീട്ടിലെ അംഗങ്ങളെ പോലെയാ നമ്മളോട് സംസാരിക്കുക. എല്ലാ പരിപാടിയും ഒന്നിനൊന്നും മെച്ചമായിട്ട് പോകുന്നു. സാധാരണക്കാർക്ക് സംവദിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് ഈ ആകാശവാണിയിലെ എല്ലാ പ്രോഗ്രാമും ഞാൻ കാണുന്നത്. ആകാശവാണിയിലെ മുന്നണി പ്രവർത്തകർക്കും അവതാരകർക്കും എല്ലാ പ്രവർത്തകർക്കും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ. സാലി ജോർജ് വളരെ താല്പര്യപൂർവ്വം റേഡിയോയെ പിന്തുടരുന്ന ഒരാളാണ് എന്ന് ഈ ശബ്ദ സന്ദേശത്തിലൂടെ നമുക്ക് മനസ്സിലായി. ഇങ്ങനെ അനവധി പേർ റേഡിയോയെ ചേർത്ത് പിടിച്ചവരായി നമ്മളോടൊപ്പമുണ്ട്. അവരുടെ പ്രതികരണങ്ങളും നിർദ്ദേശങ്ങളുമാണ് മെയിൽ ബോക്സിനെ സജീവമാക്കി നിലനിർത്തുന്നത്. AM-ലും FM-ലുമായി എല്ലാ ദിവസവും കാലത്ത് 8:30 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയാണ് ആർട്ട് കഫേ. 26-ാം തീയതി ഒടുവിൽ ഉണ്ണികൃഷ്ണന്റെ ഓർമ്മ ദിനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആർട്ട് കഫേയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടി ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് കക്കോടിയിൽ നിന്നും അരുൺ അറിയിച്ചിരിക്കുന്നത്. ഒടുവിലിനെ കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ അറിയാതെ ഒരു ചിരി ചുണ്ടിൽ വിരിഞ്ഞു നിൽക്കുന്നു എന്നാണ് അരുൺ എഴുതുന്നത്. ഒപ്പം ഒരു നൊമ്പരമായി ആ മുഖം മനസ്സിൽ തെളിയുകയും ചെയ്യുന്നു. സത്യനന്ദിക്കാട് എത്ര ഹൃദയവായ്പോടുകൂടിയാണ് ഒടുവിലിനെ അനുസ്മരിച്ചത്. ആർട്ട് കഫേയെക്കുറിച്ച് മറ്റൊരു സന്ദേശം കൂടി മെയിൽ ബോക്സിലേക്ക് വന്നിട്ടുണ്ട്. 27-ാം തീയതി പ്രക്ഷേപണം ചെയ്ത മഹാകവി പി കുഞ്ഞിരാമൻ നായരുമായി പ്രൊഫസർ എസ് ഗുപ്തൻ നായർ നടത്തിയ സംഭാഷണം വളരെയേറെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുവെന്ന് ചെറുവറ്റയിൽ നിന്നും ഗംഗാധരൻ നമ്പൂതിരി അറിയിച്ചിട്ടുണ്ട്. സമസ്ത കേരളം PO എന്ന മേൽവിലാസവുമായി ജീവിച്ച ഒരവധൂതനെ പോലെ കേരളം മുഴുവൻ അലഞ്ഞു നടന്ന മഹാകവിയെ നമുക്ക് അടുത്തറിയാനുള്ള ഒരവസരം കൂടിയായി അത് മാറി എന്നും കത്തിലുണ്ട്. പ്രൊഫസർ ഗുപ്തൻ നായരുമായി എത്ര ഹൃദയാവർജകമായാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അതെല്ലാം ഒരിക്കൽ കൂടി കേൾക്കാനുള്ള അവസരം ആകാശവാണി ഒരുക്കി തന്നതിലുള്ള നന്ദിയും അറിയിച്ചിട്ടുണ്ട്. ആർട്ട് കഫേയെക്കുറിച്ചുള്ള മറ്റൊരു പ്രതികരണമാണ് 30-ാം തീയതി പ്രക്ഷേപണം ചെയ്ത എവിടെ ജോൺ എന്ന പേരിൽ ജോൺ എബ്രഹാമിനെ അനുസ്മരിച്ചത് മനസ്സിൽ നിന്നും മായുന്നില്ല എന്നാണ് കോട്ടോളിയിൽ നിന്നും അൻവർ സാദത്ത് അറിയിച്ചിരിക്കുന്നത്. ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതയും അദ്ദേഹത്തെക്കുറിച്ചുള്ള അനുസ്മരണങ്ങളുമെല്ലാം ആ മഹാപ്രതിഭയെ ഒരിക്കൽ കൂടി അടുത്തുനിന്ന് കാണാൻ സഹായകമായി എന്നാണ് കത്തിലുള്ളത്. ഓർമ്മകളുടെ സംഗീതം എന്ന പേരിൽ നമ്മൾ എല്ലാ ശനിയാഴ്ചകളിൽ കാലത്ത് 9:02 പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയിൽ കഴിഞ്ഞ ശനിയാഴ്ച കമുകറ പുരുഷോത്തമന്റെ സംഗീത ജീവിതവും ഗാനങ്ങളും ഉൾപ്പെടുത്തിയത് ആകർഷകമായി തോന്നി. ശ്യാമള പത്മനാഭന് കൂത്താളിയിൽ നിന്നാണ് ഈ കത്ത്. ഇനി ഒരു കത്തിലൂടെ വന്ന അഭിപ്രായം നമുക്ക് കേൾക്കാം. മാനിപുരത്തിൽ നിന്നും സത്യൻ. കേൾക്കാൻ കൊതിച്ച നാടകഗാനങ്ങൾ വീണ്ടും തിരിച്ചു വന്നതും കുട്ടിക്കാലത്ത് കേട്ടുമറന്ന ഗ്രാമഫോൺ ഗാനങ്ങളും ആകാശവാണിയുടെ പുത്തൻ പരിപാടികളിൽ ഉൾപ്പെടുത്തിയത് നന്നായിട്ടുണ്ട് എന്നാണ് സത്യൻ അറിയിച്ചിരിക്കുന്നത്. സത്യനെ പോലെ കുറെ പേർ പാട്ടുപെട്ടിക്കാലം പോലുള്ള പരിപാടികൾ കോഴിക്കോട് നിലയത്തിൽ കേൾക്കാനില്ല എന്നൊരു പരിഭവം പറഞ്ഞിരുന്നു. ഈ ഞായറാഴ്ച മുതൽ കാലത്ത് 7:35 പാട്ടുപെട്ടിക്കാലം കോഴിക്കോട് നിലയത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൂടാതെ റിയൽ FM-ൽ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഗാനം, രാഗപരാഗം, ഈ പരിപാടികളും കാലത്ത് 7:35 മുതൽ 8 മണി വരെയുള്ള സമയത്ത് നമുക്ക് കോഴിക്കോട് നിലയത്തിലും കേൾക്കാം. കോഴിക്കോട് റിയൽ FM-ൽ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടിയായിരുന്നു ഗാനകേളി. എന്നാൽ അത് കേൾക്കാൻ കഴിയാത്ത ഒരു വിഷമം ഒരുപാട് ശ്രോതാക്കൾ നമ്മളുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് മുതൽ വൈകിട്ട് 6:02 മുതൽ 7 മണി വരെ ഗാനകേളി തുടർന്നു നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ആ സമയത്ത് പ്രക്ഷേപണം ചെയ്തിരുന്ന പരിപാടികൾ, കാലത്ത് പ്രക്ഷേപണം ചെയ്ത പരിപാടികളുടെ പുനഃപ്രക്ഷേപണം ആ സമയങ്ങളിൽ നമ്മൾ കേൾപ്പിച്ചിരുന്നു. അതിപ്പോൾ സമയമാറ്റത്തോടുകൂടി കേൾപ്പിക്കുന്നത് ആർട്ട് കഫേ എല്ലാ ദിവസവും രാത്രി 8 മണിക്കാണ് ഇനി മുതൽ കേൾക്കാൻ കഴിയുക പുനഃപ്രക്ഷേപണം. തുടർന്ന് സുവർണ്ണ മലരുകൾ കേൾക്കാം. രാത്രി 9:15 ഓപ്പൺ ഫോറം എന്ന പരിപാടി ആഴ്ചയിൽ 7 ദിവസവും ഇനി കേൾക്കാൻ കഴിയുക. പതിവ് പോലെ കാലത്ത് 7:02 ഓപ്പൺ ഫോറവും 8:30 ആർട്ട് കഫേയും 2 നിലയങ്ങളിലും തുടരും. നരിക്കുനിയിൽ നിന്നും
ഇസ്മായിൽ അയച്ച ഒരു കത്ത്. ഞാൻ ആകാശവാണിയുടെ സ്ഥിരം ശ്രോതാവാണ്. ഇപ്പോൾ പരിഷ്കരിച്ച സമയമാറ്റം അത്ര സുഖകരമായി തോന്നുന്നില്ല. മുമ്പുണ്ടായിരുന്ന പലതും ഇപ്പോൾ കേൾക്കാതെയായി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിക്കണമെന്നാണ് ഇസ്മായിലിന്റെ അഭിപ്രായം. എന്തായാലും ഇസ്മായിലിനെ പോലുള്ള ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ പരിഗണിച്ച് തന്നെയാണ് ആകാശവാണി സമയക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നത്. വരുത്തിയ മാറ്റത്തിൽ തിരുത്തലുകൾ വരുത്താനും നിങ്ങളുടെ കത്തുകളും നിർദ്ദേശങ്ങളും പ്രേരണയാകുന്നുണ്ട് എന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു കത്തിലേക്ക് പോകാം നമുക്ക്. ഈ കത്ത് അയച്ചിരിക്കുന്നത് കൃഷ്ണകുമാർ PV. പാട്ട് ആവശ്യപ്പെട്ട് വിളിക്കുന്നവരോട് പേരും സ്ഥലവും മാത്രം ചോദിച്ച് പരമാവധി 1 മിനിറ്റ് സംസാരത്തിൽ ഒതുക്കി പാട്ട് വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് എന്നാണ് കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വാർത്താ അവതരണത്തിലും അനൗൺസ്മെന്റ്സിലും വരുന്ന തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട് കൃഷ്ണകുമാർ. കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടതുപോലെ എന്തായാലും തത്സമയ പരിപാടികൾ ശ്രോതാക്കളുമായി സംസാരിക്കുമ്പോൾ കഴിവതും നീട്ടിക്കൊണ്ടുപോകാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഭംഗി. എന്നാലോ കാര്യമാത്ര പ്രസക്തമായി ചിലത് ചോദിക്കുന്നത് വിളിക്കുന്നവർക്ക് ഒരാശ്വാസവും സന്തോഷവുമാകും എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു രീതി അവലംബിക്കുന്നത്. ദീർഘമായി പോകാതെ ഇരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. തെറ്റുകൾ ആരുടെ ഭാഗത്തുനിന്നുണ്ടായാലും തിരുത്തേണ്ടതാണ്. തീർച്ചയായും താങ്കളെപ്പോലുള്ളവരുടെ തിരുത്തൽ കത്തുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു. അതനുസരിച്ചുള്ള നടപടികൾ അവതാരകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും. ബദിയടുക്ക കാസർഗോഡിൽ നിന്നും ശശീധരൻ നായർ, തങ്കമണി TK, T ദേവാനന്ദ്, T വിഷ്ണുനന്ദൻ എന്നിവർ ചേർന്ന് അയച്ച ഒരു വാട്സപ്പ് സന്ദേശം. കാലിക പ്രശ്നങ്ങൾ സഗൗരവം വിലയിരുത്തുന്ന ഓപ്പൺ ഫോറം കോഴിക്കോട് ആകാശവാണിക്ക് സാമൂഹ്യ പ്രതിബദ്ധതയുടെ പരിവേഷം നൽകുന്നു. പ്രകൃതിയെ വെല്ലുവിളിച്ച് നടപ്പാക്കുന്ന അശാസ്ത്രീയ വികസന പദ്ധതികളുടെ പ്രത്യാഘാതം വിശകലനം ചെയ്ത് മെയ് 22 ഓപ്പൺ ഫോറത്തിൽ പ്രക്ഷേപണം ചെയ്ത ഡോക്ടർ E ഉണ്ണികൃഷ്ണന്റെ പ്രഭാഷണം വികസന വിദഗ്ധർക്ക് ഇനിയെങ്കിലും ബോധോദയം ഉണ്ടാകാൻ ഉപകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓപ്പൺ ഫോറത്തെക്കുറിച്ച് തന്നെയാണ് മറ്റൊരു കത്ത്. ആരോമൽ, കൊങ്ങണ്ണൂർ, തിക്കോടി. അദ്ദേഹം എഴുതുന്നു, മെയ് 27 ഓപ്പൺ ഫോറത്തിൽ കേൾപ്പിച്ച ഒരു തെരുവിന്റെ കഥ എന്ന പരിപാടിയെക്കുറിച്ച് ബ്രിട്ടീഷ് ഭരണകാലത്തെ കോഴിക്കോടിന്റെ അഗ്നിശമന ചരിത്രത്തിലേക്ക് വെളിച്ചം പകർന്ന ആ പരിപാടിയിൽ പങ്കെടുത്ത ഗവേഷകനും എഴുത്തുകാരനുമായ അഡ്വക്കേറ്റ് TB സെലൂരാജിന്റെ സംസാരം കൗതുകകരമായ ഒട്ടേറെ അറിവുകൾ നേടിത്തന്നു. ഇത്തരം പ്രക്ഷേപണം തുടർന്നും കാത്തിരിക്കുകയാണ് ആരോമൽ. കാവനൂർ മലപ്പുറത്തിൽ നിന്നും MK ബാപ്പുവിന്റെ ഒരു വാട്സപ്പ് സന്ദേശമുണ്ട്. നോവൽ ടൈമിൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം എന്ന നോവൽ വായിച്ച് അവതരിപ്പിച്ചു കേൾക്കുന്നത് വല്ലാത്ത രസമാണ്. നോവൽ വായിച്ചു കേൾക്കുമ്പോൾ നോവലിലെ കഥാപാത്രങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നത് പോലെയാണ് തോന്നുന്നതെന്നും അത്രയ്ക്ക് മനോഹരമാണ് അവതരണം എന്നുമാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. യോസെ മൗരോ ദേ വാസ്കോൺസലോസ് എഴുതിയ ബ്രസീലിയൻ ക്ലാസിക് നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം ഈ വെള്ളിയാഴ്ച സമാപിച്ചു. പുതിയ നോവൽ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. K സുരേന്ദ്രൻ എഴുതിയ മരണം ദുർബലം. പരിപാടികളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൗതുകപൂർവ്വം കാത്തിരിക്കുകയാണ്. കോഴിക്കോട് ആകാശവാണി നിലയത്തിന്റെ 2 ചാനലുകളിലെ പരിപാടികളും സ്ഥിരം കേട്ട് നമ്മുടെ മെയിൽ ബോക്സിലേക്ക് നിരന്തരം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുന്ന പ്രിയ ശ്രോതാക്കളിൽ ഒരാളാണ് തൃക്കാക്കരയിൽ നിന്നുമുള്ള മൊയ്തീൻ കുഞ്ഞ്. ഇത്തവണയും അദ്ദേഹത്തിന്റെ വാട്സപ്പ് സന്ദേശം എത്തിയിട്ടുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കാതെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അന്യായമായി ഇടപെട്ടാൽ ദുരന്തമായിരിക്കും ഫലം എന്ന് 26-ാം തീയതി ഗോപി പുതുക്കോട് അവതരിപ്പിച്ച സുഭാഷിതം എന്ന വചനാമൃതത്തിൽ നിന്നും മനസ്സിലായെന്നും അത് കൂടുതൽ ശ്രദ്ധേയമായി എന്നുമാണ് തൃക്കാക്കരയിൽ നിന്നുമുള്ള മൊയ്തീൻ കുഞ്ഞ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. മെയ് 10-ാം തീയതി ശനിയാഴ്ച 12:40 വാർത്താദീപ്തിയിൽ ഇന്ത്യ പാക് സംഘർഷത്തെ അനാവരണം ചെയ്തുകൊണ്ടുള്ള ആ പരിപാടി സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വ്യാജ പ്രചാരണങ്ങൾക്കുള്ള മറുപടിയായി മാറി. കപട വാർത്താ സൃഷ്ടാക്കൾ തികച്ചും സാമൂഹിക ദ്രോഹികളായി വർത്തിക്കുകയാണ്. ലഫ്റ്റനന്റ് കേണലിന്റെ വാക്കുകൾ ഏറെ ശ്രദ്ധേയം. ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് തികഞ്ഞ സംയമനവും യാതൊരു പ്രകോപനപരമായ ഇടപെടലുകളും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്കു നേരെ ഉണ്ടായ പൈശാചികമായ നടപടികൾക്ക് കാലം മാപ്പു നൽകില്ല. ഭാരതത്തിന്റെ ഭരണഘടനയുടെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി മതസൗഹാർദ്ദവും മതേതരത്വവും തകർക്കുവാൻ ആരെയും നാം അനുവദിക്കുകയില്ല. സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വെള്ളം തൊടാതെ വിഴുങ്ങുന്നവർ വളരെ സൂക്ഷിക്കണം. സാമൂഹിക ഉത്തരവാദിത്തം പാലിക്കണം. അതിർത്തിയിൽ നടക്കുന്ന സംഘർഷത്തെക്കുറിച്ചുള്ള വാർത്തകൾ സമയബന്ധിതമായി ആകാശവാണി ഭാരതീയരിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നു. MK രാധാകൃഷ്ണൻ കാക്കൂരാണ് ധീര ജവാന്മാർക്ക് ഒരു സല്യൂട്ട് നൽകിക്കൊണ്ട് ഈ വാർത്താ ദീപ്തിയെക്കുറിച്ച് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. മുളഞ്ഞൂർ ഒറ്റപ്പാലത്തിൽ നിന്നും PM വാസുദേവൻ നമ്പൂതിരിയുടെ ഒരു കത്തെത്തിയിട്ടുണ്ട്. മെയ് 18 ഞായറാഴ്ച രാവിലെ 8:30 പ്രക്ഷേപണം ചെയ്ത ഓർമ്മച്ചെപ്പ് വളരെ ശ്രദ്ധേയമായി. നിത്യഹരിത നായകൻ പ്രേം നസീറിനെ കുറിച്ച് സഹസംവിധായകൻ KC സൂരജ് രചിച്ച ആ പരിപാടിയുടെ അവസാന ഭാഗവും കേട്ടു. എന്നാൽ ആ അതുല്യ നടന് സംസ്ഥാന തലത്തിലോ ദേശീയ തലത്തിലോ
നടനെന്ന നിലയിൽ അവാർഡ് ലഭിച്ചില്ലെന്നത് ഒരു വിരോധാഭാസം തന്നെയാണ് എന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. ചാത്തമംഗലത്ത് നിന്ന് പുഷ്പലതയുടെ കത്താണ്. എഴുതാറില്ല, കേൾക്കാൻ കഴിയാതിരിക്കുകയായിരുന്നു. എന്തായാലും റേഡിയോ ശരിയായി കിട്ടി. പിറന്നാൾ ആഘോഷവേളയിൽ മനസ്സുകൊണ്ട് ആകാശവാണിക്കൊപ്പമായിരുന്നു ഞാൻ. ആശംസകൾ. തുടർന്നും മികച്ച പരിപാടികൾ കാത്തിരിക്കുന്നു. അതിനായി ആശംസകൾ നേരുന്നു. ഇതുപോലെ പ്രിയ ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം വാട്സപ്പ് സന്ദേശങ്ങളായും വാട്സപ്പ് ഓഡിയോ മെസ്സേജുകളായും കത്തുകളായും മെയിൽ ബോക്സിലേക്ക് അയക്കാവുന്നതാണ്. വാട്സപ്പ് സന്ദേശങ്ങളും വാട്സപ്പ് ഓഡിയോ സന്ദേശങ്ങളും അയക്കേണ്ട നമ്പർ 9400224440 9400224440. കത്തുകൾ സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട് 32 എന്ന വിലാസത്തിൽ അയക്കുമല്ലോ. അടുത്ത ആഴ്ച ഒരുമിക്കും വരെ ഗുഡ് ബൈ. മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.